ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നാലമ്പലം തൊഴാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വല്ലാത്ത എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തൃപ്രയാർ ഒരു 7:15 ആയപ്പോഴേക്കും എത്തി അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായ റോട്ടിലേക്കാണ് ക്യൂ എന്ന്. ഞാൻ വിചാരിച്ച ഇത്രയും തിരക്കുണ്ടാവില്ല എന്നൊക്കെയായിരുന്നു കേട്ടോ. പെട്ടെന്ന് വന്നു, തൊഴുതു. നാലമ്പലത്തിലും ഉച്ചയ്ക്ക് മുന്നേ തൊഴുതു പോകാമെന്നൊക്കെ വിചാരിച്ചേ. കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ പോണേ, ഇത്രയും തിരക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ലായിരുന്നു. അങ്ങനെ ക്യൂ നിന്ന് തൊഴുതു, മീനൂട്ടൊക്കെ നടത്തി. പിന്നെ എനിക്കവിടെ വെടിവഴിപാടൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. തൃപ്രയാർ ഞങ്ങളിടയ്ക്ക് പോവാറുള്ള. അപ്പോഴേക്കും എനിക്ക് ആ ഒരു വഴിപാട് 1-2 വഴിപാടൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ചുറ്റമ്പലമൊക്കെ പ്രദക്ഷിണം വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു. അവിടെ കുറേ കടകളിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ണൊക്കെ അങ്ങോട്ട് പോയെങ്കിലും തിരക്കായതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടൊക്കെ ഞങ്ങൾ നേരെ അവിടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങി. ഇനി ഞങ്ങൾ കൂടൽമാണിക്യത്തിലേക്ക് പോവുകയാണ്. ഒരാൾക്ക് വിശക്കണൊക്കെ ഉണ്ട്. അപ്പം എന്നോട് ചോദിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നൊക്കെ. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് അവിടെയും കൂടി തൊഴുതിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. വേറൊന്നുമില്ല, നാലമ്പലത്തിലും തൊഴണ്ടേ, ഇത്രയും തിരക്കാണെന്നുണ്ടെങ്കിൽ തൊഴാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു സംശയമൊക്കെ കൊണ്ടും പേടിയൊക്കെ കൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കൂടൽമാണിക്യം എത്തിയപ്പോൾ സൈഡിലൂടെ വഴികളിലൂടെയൊക്കെ ആളുകൾ പോകണുണ്ടപ്പോൾ വിചാരിച്ചു, ഇവിടെ വന്നപ്പോൾ തിരക്കില്ലേന്ന് ഓർത്തു. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ക്യൂ കണ്ടപ്പോൾ മനസ്സിലായി. ആ ക്യൂ വന്ന് അവസാനിച്ചത് ഞങ്ങൾ വണ്ടി ഇട്ട സ്ഥലത്തായിരുന്നു. കാരണം ഞങ്ങൾ വണ്ടി ഇട്ട സമയത്ത് ഇവിടെ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നേരെ ഇവിടുന്ന് കയറി നിന്നേനെ. അങ്ങനെ ക്യൂ നിന്നപ്പോൾ 3-4 KSRTC ബസ്സൊക്കെ കണ്ടായിരുന്നു നാലമ്പലം ഡ്യൂട്ടി ആയിട്ട്. അങ്ങനെ ആ ക്യൂ ഒക്കെ നിന്ന് അമ്പലത്തിൽ തൊഴാൻ കയറി. ക്യൂ നിൽക്കണ സമയത്ത് അവിടുത്തെ മാത്രം പ്രത്യേക ഒരു വഴിപാട്, അല്ലെങ്കിൽ അവിടെ മാത്രമുള്ളൊരു വഴിപാടാണ് വഴുതന നിവേദ്യം എന്നും പറഞ്ഞ് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നേ. അത് ഞാൻ കേട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചുമ്മാ ഫോട്ടോസൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഈ മഴയത്തൊക്കെ പിടിച്ച് നിർത്തി. എന്നിട്ട് 1-2 ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. അതുപോലെ തൊഴാൻ വന്നവർ ഈ തീർത്ഥക്കോളം പ്രദക്ഷിണം വെച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന് പിന്നിലെ ഐതിഹ്യമൊന്നും എനിക്കറിയില്ലാത്തതുകൊണ്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു കുലീബിനി തീർത്ഥത്തിനെ പറ്റിയുള്ള ആ ഒരു ഫ്ലെക്സ് ബോർഡ് നൈസായിട്ട് സൂം ചെയ്ത് വെച്ചു, വായിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ തീർത്ഥക്കുളമൊക്കെ പ്രദക്ഷിണം വെച്ചു. അതിൻ്റെ ഇടയിൽ അത് പ്രദക്ഷിണം വെക്കണ സമയത്ത് ഒരാൾ അവിടെ തീർത്ഥക്കുളത്തിലുള്ള മീനുകളെയൊക്കെ നോക്കിയിട്ട് വീഡിയോ എടുക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. 2 ഫോണൊക്കെ വെച്ചിട്ടൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഒരെണ്ണത്തിലെടുത്തു, പിന്നെ വേറെ ഫോണിലെടുത്തു. എന്നിട്ട് വല്ലതൊക്കെ കിട്ടിയോന്നറിയില്ല. പിന്നെ ഈ തീർത്ഥക്കുളത്തിലേക്ക് ആരും നാണയങ്ങൾ ഇടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കുറേ പേരവിടെ നാണയങ്ങളൊക്കെ എറിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. കുളത്തിൽ നോക്കുമ്പോൾ കുളത്തിൻ്റെ സൈഡിലൊക്കെ കാണാം നാണയങ്ങൾ. അങ്ങനെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരെ മറ്റേ വഴുതന നൈവേദ്യം എന്ന് പറഞ്ഞത് ഞാനും വാങ്ങിച്ചായിരുന്നു. പിന്നെ അവൽ നേദ്യം, അരവണ പായസം അതൊക്കെ ഉണ്ടായിരുന്നു, അതും വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ മൺപാത്രങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ കുന്തിരിക്കൊക്കെ പോക്കണേ, അതിനകത്ത് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു വീട്ടിലത്തേക്ക്. അത് വാങ്ങിച്ച് ചുമ്മാ അവിടെയൊക്കെ ഒന്ന് നടന്നു. വേറെ ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു കേട്ടോ. ബുക്കൊക്കെ നോക്കിയായിരുന്നു. ബുക്ക് നോക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കിയാലും വായിക്കലൊക്കെ കണക്കാണ്, കയ്യിലുള്ളത് തന്നെ വായിച്ച് തീർക്കില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ പോവുക. ഇനി അടുത്ത അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ. സമയം ഉച്ചയായി, രാവിലെയോ കഴിച്ചില്ല. അപ്പോൾ ഈ വഴുതന നൈവേദ്യം വാങ്ങിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു ഇന്ന് തന്നെ ഇത് കഴിച്ചു തീർക്കണം, ചീത്തായി പോകും എന്നൊക്കെ. ഞാൻ അവിടെ ചെന്നിട്ട് കഴിക്കാൻ ഓർത്തു. ഈ നിവേദ്യം എന്തിനാണ് കഴിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് വഴുതന നിവേദ്യം കഴിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്കും ഇത് നല്ലതാണ്. അങ്ങനെ
ഞാൻ ആ നിവേദ്യം ഫുഡ് കഴിക്കാൻ കയറിയ സമയത്ത് കഴിച്ചു. വേറെ ടേസ്റ്റൊന്നുമില്ല കേട്ടോ. നമ്മൾ നോർമലി വേവിക്കുമ്പോൾ എങ്ങനെയാണ് വേവിച്ചെടുക്കുന്ന ആ ഒരു ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡും കഴിച്ച് തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിലെത്തി. അവിടെയാണെന്ന് എത്തിയിരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വണ്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ബ്ലോക്കൊക്കെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ അമ്പലത്തിനകത്തേക്ക് കയറണം, ആ പുറത്തേക്ക് ക്യൂ ഇല്ലായിരുന്നു. ഇങ്ങനെ എൻ്റെ അമ്പലത്തിൻ്റെ അകത്തേക്കായിരുന്നു ക്യൂ ഉണ്ടായിരുന്നത്, റോഡിലേക്ക് ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെന്നു, അവിടെ ക്യൂ നിന്നു, തൊഴുതു. ഇവിടെ ഇത്തിരി എളുപ്പം തൊഴാൻ പറ്റി കേട്ടോ, ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വന്നില്ലായിരുന്നു. അങ്ങനെ അവിടെ തൊഴുത്ത് ഞങ്ങൾ പതിയെ ഇറങ്ങിയായിരുന്നു. ഇവിടെയും കൂടി തൊഴുത്ത് കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു സമാധാനം. നാലമ്പലത്തിൽ തൊഴാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. 4 സ്ഥലത്തും തൊഴാൻ പറ്റില്ലേ എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടായിരുന്നു. ചെറിയ പാടം പോലെ, ചെറിയ വാഴത്തോപ്പ്, അങ്ങനെയൊക്കെ. എന്നിട്ട് അതൊക്കെ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തായിരുന്നു. വെറുതെ ഒരു രസം. മൂന്ന് സ്ഥലത്തും തൊഴുതപ്പോൾ മനസ്സിന് വല്ലാത്ത സമാധാനമായിരുന്നു. അങ്ങനെ അവിടെ എത്തിയ സമയത്താണെങ്കിലോ കുറേ ഡിസ്റ്റൻസ്, ഒരു 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല, ബ്ലോക്കായതാണ് കേട്ടോ. കുറേ നേരം അവിടെ നിന്നിട്ട് വണ്ടിയൊന്നും അനങ്ങുന്നില്ല. അങ്ങനെയായിരുന്നപ്പോഴേക്കും ചിത്തേട്ടൻ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ നടന്ന് പോയിട്ട് ക്യൂ നിന്നോ, ഞാൻ പതിയെ വണ്ടിയൊക്കെ നീങ്ങി തുടങ്ങുമ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോഴേക്കും മനസ്സിലായി ഒരു 9:30 വരെയൊക്കെ നടയുണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ നിന്നു വരാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കയറി തൊഴുതു. പിന്നെ അവിടെ നാണയപ്പറ എടുക്കുന്നവർക്ക് നേരെ കയറി തൊഴാൻ പറ്റും, ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ക്യൂ കൂടുതലാണെന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് പറയാം, അല്ലാതെ എടുക്കണമായിരുന്നു. അതുകൊണ്ടിട്ട് അതെടുത്തിട്ട് കയറി തൊഴുതു. ഒരു പറ എടുത്തു കഴിഞ്ഞാൽ 2 പേർക്ക് കയറി തൊഴാൻ പറ്റുമായിരുന്നു. അത് ഞാൻ പറക്ക് റെസിപ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായി. അത് കഴിഞ്ഞാൽ